ഈ പെട്ടിയൊക്കെ തള്ളിക്കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഞങ്ങൾ ഗുരുവായൂർ പോവാണ്. ട്രെയിനിലെ ഫുഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പടിഞ്ഞാറേ നടയുടെ തൊട്ടടുത്തുള്ള ബാലകൃഷ്ണ റെസിഡൻസിയിലാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്. പണ്ട് മുതൽ എൻ്റെ ചേച്ചി സ്വന്തം ബെഡ്ഷീറ്റിൽ കിടന്നുറങ്ങും. പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ബെഡ്ഷീറ്റിലൊന്നും കിടക്കാൻ നമുക്ക് പറ്റില്ല. അമ്പലത്തിൽ പോയ മസാല ദോശ നിർബന്ധം. അപ്പോൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് പോയത്. പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ തൊഴാൻ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്, അതുകൊണ്ടായിരിക്കും തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. വേഗത്തിൽ തൊഴുതിറങ്ങിയതുകൊണ്ടായിരിക്കും കുറേ സമയം കിട്ടിയതുപോലെ തോന്നി പുറത്തൊക്കെ ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും റൂമിൽ പോയിട്ട് നെയ്വിളക്കിൻ്റെ പ്രസാദം ഒക്കെ അൺബോക്സ് ചെയ്തു കഴിച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. ഇത്തവണ കൃഷ്ണനാട്ടം മുഴുവനും ഇരുന്ന് കണ്ടിട്ട് പോകണമെന്ന ആഗ്രഹത്തിലാണ് വന്നത്. എന്തായാലും ആ ആഗ്രഹം സാധിച്ചു, മുഴുവനിരുന്ന് കാണാൻ പറ്റി. ഇത്തവണ ഭാഗം അവതാരമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവതാരം കാണുന്നത്. നാട്ടം കണ്ട് വെളിയിലിറങ്ങിയപ്പോൾ തന്നെ നിർമ്മാല്യത്തിനുള്ള ഭയങ്കര ക്യൂ ആയി. എനിക്ക് അവിടുന്ന് സെക്യൂരിറ്റി നല്ല ഫ്രഷ് ചാർത്തിയ മുല്ലപ്പൂവും റോസപ്പൂവും കൂടെ കിട്ടിയ നല്ല ഭംഗിയുള്ളൊരു പൂവ് എനിക്ക് തന്നു. തൊഴാൻ കയറിപ്പോൾ ഞാൻ പൂവൊക്കെ വെച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് എവിടെയോ എങ്ങനെയോ അകത്ത് മിസ്സായിപ്പോയി. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് കറക്റ്റായിട്ട് എനിക്ക് തന്നെ സെക്യൂരിറ്റി പൂ കൊണ്ട് തന്നത്. പിന്നെ 4 മണിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തണം, അതുകൊണ്ട് തന്നെ എണീക്കാനും ലേറ്റായി. ട്രെയിനിൻ്റെ കുറച്ച് മുന്നേ എണീറ്റത്. രാവിലെയും കൂടെ അവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ച്, പക്ഷെ ഒന്നും നടന്നില്ല. ഇനി എന്തായാലും നെക്സ്റ്റ് ടൈമത്തേക്കെല്ലാം മാറ്റി വെച്ചു. സാധാരണ എപ്പോഴും ഫുൾ അലമ്പാണ്, പക്ഷേ ഇത്തവണ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പുറത്തെ കുട്ടികളെയൊക്കെ നോക്കി ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇതെൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇത്രയും ലോങ് വീഡിയോ ആകുമ്പോഴത്തേക്കും വോയിസ് ഓവർ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും നാളും ചെയ്യാണ്ടിരുന്നത്. എന്തായാലും ഒന്ന് പോസ്റ്റ് ചെയ്യാൻ നോക്കാമെന്ന് കരുതി. എത്ര പേര് കാണുമെന്നും അറിയില്ല, പക്ഷേ ഷോർട്സ് ഇട്ടിട്ട് ഞാൻ ശരിക്കും മടുത്തു. അപ്പോൾ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. 1 മണിയാകുമ്പോഴത്തേക്ക് ആലപ്പുഴ എത്തി, പക്ഷേ ലഞ്ച് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതോടെ വെച്ചിട്ട് വരണോ എടുത്തിട്ട് വരണോ കൺഫ്യൂഷൻ ഒന്നും. വല്യമ്മ പറഞ്ഞപ്പോൾ എന്തെങ്കിലും വീട്ടിൽ പോയിട്ടൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട, ഇത് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞങ്ങൾ തന്നു വിട്ടു. പക്ഷേ വീട്ടിൽ വന്ന് കഴിച്ചു. റൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ കാണുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ.